റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ ഇന്ത്യ തുടർച്ചയായ രണ്ടാം മാസവും വർധനവ് വരുത്താൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഈ ശ്രമത്തിന് മുന്നിൽ ഒരു പുതിയ വെല്ലുവിളി ഉയരുകയാണ്. ചൈനയും ഇപ്പോൾ റഷ്യൻ ക്രൂഡ് ഓയിൽ കൂടുതൽ വാങ്ങാൻ ശ്രമിക്കുന്നതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത മത്സരം രൂപപ്പെട്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലുണ്ടായ പ്രതിസന്ധി കാരണം ലോകവിപണിയിൽ ക്രൂഡ് ഓയിൽ ലഭ്യത കുറയ്ക്കാൻ തുടങ്ങി. ഇതോടെ ലഭ്യമായ എണ്ണ വാങ്ങാൻ ഇന്ത്യയും ചൈനയും ശക്തമായ ശ്രമത്തിലാണ്. അടുത്ത കുറച്ചു മാസങ്ങളിലും ഈ മത്സരം തുടരാനാണ് സാധ്യതയെന്ന് വിദഗ്ധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതേസമയം ചൈന റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിൽ പിന്നീട് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുന്നുവെന്ന ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇത് വിപണിയിലെ മത്സരത്തെ കൂടുതൽ കടുപ്പിക്കുന്ന ഘട്ടമായി മാറിയിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇതുവരെ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിലൂടെ എണ്ണ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ ഫലമായി ലോകവിപണിയിൽ ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ ഉയർന്നു. ഒരു ബാരൽ എണ്ണയുടെ വില $100 മുകളിലെത്തി. ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ അമേരിക്ക ഒരു താൽക്കാലിക നടപടി സ്വീകരിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള ഉപരോധത്തിൽ ഒരു മാസത്തേക്ക് ഇളവ് നൽകി. ഇതോടെ ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചു. എന്നാൽ ഇറാനിൽ നിന്നുള്ള എണ്ണയ്ക്ക് ഇത്തരത്തിലുള്ള ഇളവ് ലഭിച്ചില്ല. ഇതാണ് പ്രത്യേകിച്ച് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയത്. കാരണം ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ ഭൂരിഭാഗവും മുമ്പ് ചൈനയാണ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിരുന്നത്. കണക്കുകൾ പ്രകാരം ഇറാന്റെ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 98% വരെ ചൈന വാങ്ങിയിരുന്നുവെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ നാവിക സാന്നിധ്യം ശക്തമായതിനാൽ ഇറാനിൽ നിന്ന് എണ്ണ എത്തുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ചില ഇറാനിയൻ കപ്പലുകൾ ഈ തടസ്സങ്ങൾ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും അവയെ തടയുകയും പിടികൂടുകയും ചെയ്ത സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ ഇറാനിൽ നിന്നുള്ള എണ്ണയിൽ ആശ്രയിക്കുന്നത് ചൈനയ്ക്ക് ബുദ്ധിമുട്ടായി. ഇതിന്റെ ഫലമായി ചൈന ഇപ്പോൾ റഷ്യയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ വിപണിയിൽ ലഭ്യമായ റഷ്യൻ എണ്ണയുടെ അളവ് കുറയുകയാണ്. ഇതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മത്സരം ശക്തമാക്കുന്നത്. നിലവിൽ കടലിൽ കപ്പലുകളുടെ കയറ്റി അയച്ചിട്ടുള്ള റഷ്യൻ ക്രൂഡ് ഓയിലാണ് അമേരിക്കയുടെ ഇളവ് ബാധകമായത്. പുതിയ കരാറുകൾക്ക് ഈ ഇളവ് ലഭ്യമല്ല. ആയതിനാൽ നിലവിലുള്ള സ്റ്റോക്കുകൾ വാങ്ങാനാണ് രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ദിവസം തോറും ഈ സ്റ്റോക്ക് കുറഞ്ഞു വരികയാണ്. ഇതോടെ ലഭ്യമായ എണ്ണ സ്വന്തമാക്കാൻ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ കാരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും കുറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ പ്രശ്നമായി മാറി. യുദ്ധ സാഹചര്യം ആരംഭിച്ചതിനു ശേഷം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ വലിയ ഇടിവുണ്ടായതായി കണക്കുകൾ പറയുന്നു. ഫെബ്രുവരിയിൽ ഇന്ത്യ ദിവസേന ഏകദേശം 28 ലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. ഇപ്പോൾ അത് 2.47 ലക്ഷം ബാരലായി കുറഞ്ഞിരിക്കുകയാണ്. ചൈനയുടെ കാര്യവും അതുപോലെ തന്നെയാണ്. മുമ്പ് 44.5 ലക്ഷം ബാരൽ വരെ ഇറക്കുമതി ചെയ്തിരുന്ന ചൈന ഇപ്പോൾ ഏകദേശം 2.2 ലക്ഷം ബാരലായി കുറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഈ വലിയ കുറവ് ഇരു രാജ്യങ്ങളെയും മറ്റു മാർഗങ്ങൾ തേടാൻ നിർബന്ധരാക്കി. അതിൽ ഏറ്റവും പ്രധാനമായത് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്നതാണ്. ഇന്ത്യയുടെ അവസ്ഥ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. മാർച്ചിൽ ഇറക്കുമതി കുറഞ്ഞതോടെ ഇന്ത്യയുടെ എണ്ണ ശേഖരം ഏകദേശം 30 ദിവസത്തേക്ക് മാത്രമായി ചുരുങ്ങിയതായി കണക്കുകൾ പറയുന്നു. എന്നിരുന്നാലും ഇന്ത്യയിൽ ഇപ്പോഴും ഇന്ധനവില വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടില്ല. ഇത് ജനങ്ങൾക്ക് ഒരു ആശ്വാസമാണ്. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം കൂടിയുണ്ട്. വില കൂടിയതിനാൽ ഉപഭോക്തം കുറയാതെ തുടരുകയാണ്. ഇതോടെ വിപണിയിലെ ആവശ്യകത ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നു. എണ്ണയുടെ ഉപയോഗം കുറയാത്തത് കമ്പനികൾക്ക് കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്ക് നിലവിൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് നേരിടേണ്ടി വരുന്നത്. കണക്കുകൾ പ്രകാരം ദിവസേന 1500 മുതൽ 2000 കോടി രൂപ വരെ നഷ്ടമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ നഷ്ടം നികത്താൻ പെട്രോൾ, ഡീസൽ വില ഉയർത്തേണ്ടി വരുമെന്ന ആശങ്ക ഉയരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ നിഷേധിച്ചിട്ടുണ്ട്. അതേസമയം നിലവിലെ പ്രതിസന്ധി ദീർഘകാലം തുടരുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ളത് ഇന്ത്യയാണെന്നാണ് വിലയിരുത്തൽ. ഇത്തരം സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുക എന്നത് ഇന്ത്യക്ക് ഒരു പ്രധാന വഴിയായി മാറിയിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തിലും ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കൂടി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. അമേരിക്ക നൽകിയ ഇളവ് കാരണം ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യയുമായി കൂടുതൽ ചർച്ചകൾ നടത്തുകയാണ്. പുതിയ കണക്കുകൾ പ്രകാരം ഏകദേശം 98 ദശലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇപ്പോൾ കടലിൽ കപ്പലുകളിൽ കയറ്റി അയച്ച നിലയിലാണ്. ഇതിൽ ഏകദേശം 48 ദശലക്ഷം ബാരൽ ഇന്ത്യക്ക് ലഭ്യമാകുമെന്ന പ്രതീക്ഷയുണ്ട്. ശേഷിക്കുന്ന എണ്ണ ചൈനയും മറ്റു രാജ്യങ്ങളും സ്വന്തമാക്കാൻ ശ്രമിക്കും. ഇതോടെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മത്സരം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ലോകവിപണിയിലെ എണ്ണ ലഭ്യത കുറയ്ക്കുകയും ആവശ്യകത കൂടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതാണ് വിലയും ഉയർത്തുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പരിഹാരമുണ്ടാകുമോ എന്നത് വ്യക്തമല്ല. എന്നാൽ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ പരീക്ഷിച്ച് ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നത് ലഭ്യമായ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ്. അതേസമയം ചൈനയും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതോടെ ആഗോള എണ്ണ വിപണി അടുത്ത മാസങ്ങളിൽ കൂടുതൽ സജീവമാകും. ഈ സാഹചര്യം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. എണ്ണവില ഉയർന്നാൽ അത് പല മേഖലകളെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ദീർഘകാല പരിഹാരം കണ്ടെത്തുന്നത് വളരെ പ്രധാനമാണ്. അതുവരെ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പരമാവധി ശ്രമം തുടരേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.